ഹായ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല സേമിയാണ്. ഇത് ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു പാക്കറ്റ് സേമിയ അല്ലെങ്കിൽ വെർമിസെലി എടുത്തു വെച്ചിട്ടുണ്ട്. സേമിയ നമുക്ക് പല ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ചിലത് വറുത്തതായിരിക്കും, വറുക്കാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിനുള്ളതും ചെറിയ പീസുകളായിട്ട് പൊടിച്ചതോ അങ്ങനെ പല ടൈപ്പ് കിട്ടും. ഇതിപ്പോൾ ദേ നീളത്തിനുള്ളതാണ്, വറുക്കാത്ത സേമിയാണ് കേട്ടോ. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാദ്യം എന്തായാലും നമ്മൾ ചെറുതായിട്ടൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ മസാല വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു 300 ഗ്രാം സേമിയുണ്ട്. ഇത് ഫുള്ള് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള അത്രയും മസാല ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, എണ്ണയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിനകത്തേക്ക് ഈ 300 ഗ്രാം സേമിയ കൈവച്ച് തന്നെ ഞാൻ ചെറുതായിട്ട് അതൊന്ന് പൊടിച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചിട്ടു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് നിറം മാറേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വരും, പിന്നെ നല്ലൊരു മണവും വരും. അതുവരെ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ട് നിറം മാറി കണ്ടോ, ചെറിയൊരു ബ്രൗൺ കളർ വന്നു. ഇത്രയും മതി, ഇതിൽ കൂടുതൽ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സേമിയ വറുക്കുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ചൂടാവാനായിട്ട് വെക്കണം. പിന്നെ വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവില്ല. വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രം നിറയെ അങ്ങ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം കുറച്ച് കൂടി നിൽക്കണം, എന്നാലേ സേമിയ വെന്ത് വരുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടാവത്തുള്ളൂ. എന്നാൽ വെള്ളം ഊറ്റിക്കളയുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കത് വേവാനായിട്ട് വെക്കാം. വേവിച്ചെടുക്കുമ്പം ഒത്തിരി കുഴഞ്ഞു പോകരുത്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. അപ്പോൾ സേമിയ ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് എടുത്തില്ല കേട്ടോ ഇത് വേവാനായിട്ട്, പെട്ടെന്നാവും. ഇതുപോലെ ആയിരിക്കണം. കണ്ടോ, ഓരോന്നും ഇങ്ങനെ വേറെ വേറെ തന്നെ നിൽക്കുന്ന രീതിയിലാണ്. ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. എന്നാലും ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ കറക്റ്റ് വേവായിരിക്കണം. ഓക്കെ, ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഊറ്റിയെടുക്കാം. അപ്പോൾ വെള്ളം ഊറ്റി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഉടനെ തന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളമായിരിക്കണം, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം പിന്നെ ആ ചൂടിലിരുന്ന് സേമിയ കൂടുതൽ വേവത്തില്ല. അതുപോലെ തന്നെ തമ്മിൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിനായിട്ടാണ് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ഈ മസാല ഉണ്ടാക്കാനായിട്ട് എണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. നെയ്യുടെ ഒത്തിരി ടേസ്റ്റ് ആവശ്യമില്ല. ഈ എണ്ണയിലോട്ട് ആദ്യം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. ഇനി ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറണം. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് നിറം മാറി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ സവോള ഇടാം. ഒരു 2 ചെറിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതാണ്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നിറം മാറേണ്ട, സവോള നല്ലോണം ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവോള ഇതുപോലെ വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4-5 ബീൻസും പിന്നെ 2 ഉരുളക്കിഴങ്ങുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ. ഗ്രീൻ പീസ് ഒക്കെ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചക്കറികൾ എത്ര വേണം എന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടമാണ്, കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ പച്ചക്കറി ചേർത്താൽ നല്ലതാണല്ലോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. നമ്മൾ സേമിയ വേവിച്ചപ്പോൾ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വെള്ളം ഒഴിക്കാതെ വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ പച്ചക്കറികളെല്ലാം പാകത്തിന് വെന്ത് കിട്ടും.
അപ്പോൾ ഇതേ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിൽ വെന്ത് വന്നാൽ മതി. ഇനി ഇതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ കുറച്ച് ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ മാഗി മസാല ചേർക്കാം. നമ്മൾ മാഗി നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 2 പാക്കറ്റ് മാഗി മസാല എടുത്തിട്ടുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, ഇപ്പോൾ ഹെൽത്തി അല്ല ഇത് വേണ്ടാന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതായാലും ഇതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ മാഗി മസാല ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിക്കൻ ഫ്ലേവറോ വെജിറ്റബിൾ ഫ്ലേവറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവേ. അപ്പോൾ 2 പാക്കറ്റ് മാഗി മസാലയും ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇട്ടാലും മതി. 2 പാക്കറ്റിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മാക്സിമം അത്രയും മതി, ആ ഒരു ഫ്ലേവർ മതി ഈ ഒരു അളവിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഈ ഒരു നമ്മൾ മസാല ഉണ്ടാക്കി വരുന്ന സമയം കൊണ്ട് തന്നെ സേമിയയിലുള്ള വെള്ളമൊക്കെ പോയിട്ട് അത് നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ടാവും. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സേമിയയും കൂടി ഇട്ട് കഴിഞ്ഞ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മസാല ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഇതുണ്ടാക്കുമ്പം ഈ സേമിയയുടെ വേവാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി കൊഴിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ, അത് കഴിഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോഴേക്കും ആ സേമിയയിലോട്ട് മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അതാണ് കൂടുതൽ ടേസ്റ്റി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം, കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും, പിന്നെ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മസാല സേമിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.